സത്യത്തിൽ ഇന്നത്തെ കാലത്തുണ്ടല്ലോ, ഓരോ മനുഷ്യനും ഓരോ ജാതിയിലും മതത്തിലും മനുഷ്യർക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്പര വിദ്വേഷത്തിനും വെറുപ്പിനും അടിമപ്പെടാതിരിക്കുക, സ്നേഹത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മനോഹരമായ ഇടങ്ങൾ തീർക്കുക. അതിന് വലിയ ബോധപൂർവമായ അധ്വാനമൊന്നും വേണ്ട. അതിൻ്റെ അവസരങ്ങളെ ഭംഗിയായി വിനിയോഗിച്ചാൽ മതി. ഇന്നലകളിൽ നമ്മൾ എങ്ങനെയായിരുന്നോ ഇന്നും നമ്മൾ വിടാതെ സൂക്ഷിക്കുന്ന ആ സംഗതികൾ നാളെയും ഉണ്ടാകണമെന്ന ബോധ്യത്തോടെ ചില കാര്യങ്ങൾ പരസ്പരം ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അവിടെ ചില ഉത്തരങ്ങളും ചില ചേർന്ന് നിൽക്കലുകളുമുണ്ട്. ഈ വെറുപ്പിൻ്റെ വിത്ത് വിതയ്ക്കുന്നവർക്ക് സ്നേഹത്തിൻ്റെ പൂക്കൾ നിറയുന്ന പൂന്തോട്ടം അവരുടെ ഹൃദയത്തിലും സ്വപ്നത്തിലും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, അവരുദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരുതരം പൂക്കൾ മാത്രം ആ പൂന്തോട്ടത്തിന് ഭംഗിയും ഉണ്ടാവില്ല. അപ്പം മനോഹരമായ ഒരു പൂന്തോട്ടം സൃഷ്ടിക്കാൻ ഉദ്യാനപാലകരായി നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട്. ചില കാഴ്ചകൾ അതിന് സന്തോഷം പകരുന്നതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം സുകുമാരൻ നായരിയേട്ടൻ ഒരു ഐക്യം എന്നൊക്കെ പറയുന്ന സംഗതിയിൽ നിന്ന് പിന്മാറിയില്ലേ? ആ പിന്മാറിയത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ എന്തായിരുന്നാലും നാടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്വാസമാണ്. എന്തുകൊണ്ടാണത് ആശ്വാസമെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒത്തുചേരുന്നതിൻ്റെ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്നതുകൊണ്ടല്ല. ആ ഒത്തുചേരുന്നതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ പിന്നിൽ നടത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചിലർക്കെങ്കിലുമൊക്കെ ബോധ്യമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ വളരെ ആവേശത്തോടെ കാണുന്നത്. ഇന്നും ഈ സമൂഹത്തിൽ അങ്ങനെ ഒത്തുചേരാൻ ഒരുപാട് അതിദയനീയ ജീവിത കാഴ്ചകൾ ഉണ്ടായിട്ടും ആരും ഒത്തുചേരുന്നില്ലല്ലോ. കഷ്ടപ്പെടുന്ന, രോഗികളായി വലയുന്ന സ്വന്തം സമുദായത്തിലെ ആളുകൾ കഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലും സമുദായം അതിനുവേണ്ടി സംഘടിക്കുന്നു, അതിനുവേണ്ടി ചേർന്ന് നിൽക്കുന്നു, അതിനുവേണ്ടി ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു. വീടില്ലാത്തവർക്ക് വേണ്ടിയുണ്ടോ? തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയുണ്ടോ? മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയുണ്ടോ? ഒന്നുമില്ല. ഇവിടെയെല്ലാം മനുഷ്യൻ ബഹുസ്വരതയെ ആശ്രയിക്കുകയാണ്, പരസ്പരം പങ്കുവെക്കുന്ന ഇടങ്ങൾ തേടുകയാണ്. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും വെറുപ്പോടെയും വിദ്വേഷത്തോടെയും ഒന്നിനെയും സമീപിക്കാതെ ചില സ്നേഹത്തിൻ്റെ കാഴ്ചകൾ പങ്കുവെക്കുക എന്നുള്ളതാണ് ഇന്ന് കണ്ട കാഴ്ചകളിലൊന്നാണ്. എറണാകുളത്തെ ശിവക്ഷേത്രത്തിൽ അന്നദാനത്തിനായി മമ്മൂട്ടി എത്തിച്ചേരുകയും മമ്മൂട്ടിയെ ആദരിക്കുകയും മമ്മൂട്ടിയെ അവിടെ ക്ഷണിച്ച് ആ വിശ്വാസികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്ന കാഴ്ച. എന്തിനാണ് ഈ മമ്മൂട്ടി ചെല്ലുന്നതിൽ ഇത്ര വലിയ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ മമ്മൂട്ടിയെ ഒരു വർഗീയവാദിയും വിദ്വേഷവാദിയുമായിട്ട് അവതരിപ്പിക്കുന്ന ചില പേജുകളെങ്കിലും സാമൂഹ്യ മാധ്യമത്തിലുണ്ടാവുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നവരും കുറേ പേരെ കാണുന്നുണ്ട് ഇന്ന് സമൂഹത്തിൽ. അതുപോലെയുള്ള ഇടങ്ങൾ, ക്ഷേത്രങ്ങളിലെ പരിപാടികൾ, ദേവാലയങ്ങളിലെ പരിപാടികളിൽ പരസ്പരം മനുഷ്യർ ചേർന്ന് നിൽക്കണം. അങ്ങനെ ചേർന്ന് നിൽക്കുന്നിടത്താണ് ഒരുപാട് ഉത്തരങ്ങളുള്ളതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലർക്കും ഇടം കിട്ടാതിരിക്കുന്നതും. എൻ്റെ നാട്ടിൽ നിങ്ങൾ കൊല്ലത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു സംഗതിയാണ് കാവനാട് മൊഹീദ്ദീൻ ജുമാ മസ്ജിദ്. ആ ജുമാ മസ്ജിദിലെ മതിലിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്: കൊല്ലം ശക്തികുളങ്ങര സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തിരുവാറാട്ട് തിരുകുടുംബ ദേവാലയം മുക്കാട് പാതുകാവൽ തിരുനാൾ ആശംസകളോടെ കാവനാട് മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് പരിപാലന കമ്മിറ്റി. അതായത് ഈ കാവനാട് മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ കാവനാട് പള്ളി എന്ന് പറയുന്നത്, ഞാനവിടെ നമസ്കരിക്കാൻ കയറാറുണ്ട്. കുറേ സാധാരണക്കാരായ മനുഷ്യരെ അവിടെ കാണാറുള്ളത്. വലിയ പ്രമാണിമാരും കൊടി പിടിച്ചവരെയും ഒന്നും അവിടെ കാണാറില്ല. സാധാരണക്കാരുടെ പള്ളിയാണ്. കഷ്ടപ്പാടുകാരുടെ, ബോട്ടിലും അതുപോലെയുള്ള മത്സ്യബന്ധന മേഖലയിലുമൊക്കെ പണിയെടുക്കുന്ന ആളുകളുടെ ഇടമാണ്. അവിടെയാണ് ഈ ബോർഡ് കാണുന്നത്. എന്താണ്? ശക്തികുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ തിരുവാറാട്ടിനും അതുപോലെ തിരുക്കുടുംബ ദേവാലയം മുക്കാട് പാതുകാവൽ തിരുനാളിനും ആശംസകൾ അർപ്പിച്ചിരിക്കുന്നത് കാവനാട് മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയാണ്. ഇതെല്ലാം മനുഷ്യരുടെ ആഘോഷങ്ങളാണ്, അവരുടെ ആചാരങ്ങളാണ്. അതിന് ആശംസകൾ നേരുന്ന ഒരു ബോർഡ് വെക്കുന്നതിന് എന്താ ചിലവാകുക? പക്ഷേ അത് നൽകുന്ന മെസ്സേജ് എത്ര വലുതാണ്. ഇവിടെയും ചില സൂക്ഷ്മദർശിനിയിലൂടെ വെച്ചു കൊടുക്കുന്ന ആളുകൾ അത് മറ്റേതല്ലേ, അത് ബഹുദൈവ ആരാധനയല്ലേ, ഇതല്ലാത്ത ആരാധനയല്ലേ, ഇവനെയൊക്കെ ഓടിക്കണം, ഓടിച്ചിട്ട് എവിടെയെങ്കിലും ഒഴിഞ്ഞ കബറുണ്ടെങ്കിൽ പിടിച്ച് അതിനകത്ത് കിടത്തണം. ഇവനൊന്നും ഈ സമൂഹത്തിൽ സ്നേഹവും സന്തോഷവും ഉണ്ടാകണമെന്ന് നിർബന്ധമുള്ളവനല്ല. ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ ചിലർ വന്ന് എഴുതും, അതിൻ്റെ അടിയിൽ വന്ന് മറ്റേ അമ്പലത്തിൽ നീ പോയി അങ്ങനെ പറഞ്ഞില്ലേ, മറ്റേ അടുത്ത് പോയത്
അതൊക്കെയാണ് മനുഷ്യൻ എന്നുള്ളത്. ആദ്യം മനുഷ്യനാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയത്തിന് വേണ്ടിയും ഇലക്ഷന് വേണ്ടിയും പലരും പ്രസംഗിക്കും, ബഹളം വെക്കും, മതമാണ് 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 പ്രശ്നം എന്നൊക്കെ പറയും. മതമാണ് 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 പ്രശ്നം എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഈ ഭൂമിയിലെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ ഒരു സ്നേഹം മാത്രം ഉപദേശിച്ച, വിട്ടുവീഴ്ച മാത്രം പറഞ്ഞ, കരുണ മാത്രം പറഞ്ഞ, സത്യസന്ധത മാത്രം പറഞ്ഞ മതങ്ങളെ അതിന് ഉപകരണങ്ങളാക്കി അടിക്കുന്നവൻ മര്യാദയില്ലാത്ത ഭീകരന്മാരാണ് ഏത് മതത്തിലായാലും. അതുകൊണ്ട് ഇത്തരം ഇടങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇത്തരം സംഗതികളെ പരമാവധി അവസരങ്ങളിൽ അതിനുവേണ്ടി മുൻകൈ എടുക്കണം. നാട്ടിലെ ചെറുപ്പക്കാർ, പുതിയ ജെൻസി എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, നിങ്ങൾ മുൻകൈ എടുക്കണം. ഈ ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരുതരം വികൃത ചിന്താഗതിക്കാരുടെ കാലം കഴിഞ്ഞു പോട്ടെ. അതൊക്കെ ഭൂമുഖത്ത് നിന്ന് നിങ്ങൾ കൊല്ലണ്ട. ഒരു 10-25 വർഷം കൊണ്ട് ഇതെല്ലാം ഒഴിഞ്ഞു പോവും. നിങ്ങളുടെയെങ്കിലും ഒരു ഭൂമി മനോഹരമാക്കി തീർക്കാൻ മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ അതിനപ്പുറത്തെ ഒരു മാനവികതയുടെ തലമുണ്ടാക്കിയെടുക്കണം. നിർബന്ധമാണത്. അതുകൊണ്ട് ഇത്തരം കാഴ്ചകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് മറന്നു പോകരുത്. ഞാൻ ഈ മസ്ജിദ് കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു.